പ്രധാന സേവകൻ വീണ്ടും കേരളത്തിലെത്തുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിൽ എത്തുന്നു. ഏപ്രിൽ 15-ാം തീയതി കുന്നംകുളത്ത് നടക്കുന്ന പരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. രാവിലെ 11 മണിക്ക് ചെറുവത്തൂർ ഗ്രൗണ്ടിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വിവരങ്ങൾ നൽകാനായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ആവേശത്തിരയിളക്കത്തിനും ആവേശത്തിനും വീണ്ടും അതൊരു പടി കൂട്ടുവാൻ വേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. ഈ വർഷം പിറന്നതിന് ശേഷം ഇത് എത്രാമത്തെ തവണയാണ് പ്രധാനമന്ത്രി എത്തുന്നത്? അത്രത്തോളം ആവേശം പകരുവാൻ തന്നെയല്ലേ വീണ്ടും അദ്ദേഹം എത്തുന്നതും? തീർച്ചയായും രജനി, പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുവാനും ആവേശം പകരുവാനുമായാണ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് വരുന്നത്. 15-ാം തീയതി കുന്നംകുളത്താണ് അദ്ദേഹം എത്തുന്നത്. വളരെയധികം ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരെല്ലാം. കാരണം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനവും അതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. വലിയ തരത്തിലുള്ള ഒരു ജനപങ്കാളിത്തം അദ്ദേഹത്തിന്റെ ഓരോ റോഡ് ഷോയിലും അതോടൊപ്പം പൊതുപരിപാടിയിലും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് തൃശ്ശൂരിലും നടന്നിട്ടുള്ള വനിതാ സമ്മേളനത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. വീണ്ടും കുന്നംകുളത്തും അദ്ദേഹം എത്തുകയാണ്. ആലത്തൂരിലെയും തൃശ്ശൂരിലെയും പൊന്നാനിയിലും ഒക്കെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായാണ് അദ്ദേഹം എത്തുന്നത്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ ആലത്തൂരിലെ സരസു ടീച്ചറും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് നിവേദിതമൊക്കെ പങ്കെടുക്കുന്ന പൊതുപരിപാടിയിലാണ് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. 11 മണിക്കാണ് ചെറുവത്തൂർ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ പൊതുപരിപാടി നടക്കുക. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ തന്നെ പരിശോധിച്ച ശേഷം SPG കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് അത് ഒക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വരുന്ന 15-ാം തീയതി തൃശ്ശൂരിനെ ഒന്നടങ്കം ആവേശത്തിൽ ആഴ്ത്തുവാൻ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇനി നടക്കുന്ന ഓരോ പരിപാടികളും, അതായത് 15-ാം തീയതി കുന്നംകുളത്താണെങ്കിൽ ഇനി മറ്റൊരിടത്തേക്കും കൂടെ അദ്ദേഹത്തിന്റെ പരിപാടി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. അത് തന്നെയാണ് തീർച്ചയായും കേരളത്തിലെ BJP പ്രവർത്തകർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഒരുപോലെ ആത്മവിശ്വാസവും ആവേശവും നൽകുന്ന പ്രചാരണ പരിപാടികൾ തന്നെയാണ് NDAയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. അത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം കൂടെ ആകുമ്പോൾ. കാരണം ഓരോ പ്രവർത്തകരോടും അല്ലെങ്കിൽ കഴിഞ്ഞ പരിപാടികളിലൊക്കെ അദ്ദേഹം പങ്കെടുത്ത സമയം പറഞ്ഞിരുന്നു മോദിയുടെ ഗ്യാരണ്ടിയാണ്. അത് കൃത്യമായും എന്താണോ ക്ഷേമ പദ്ധതികൾ, ആ ജനങ്ങൾക്ക് വേണ്ട പദ്ധതികൾ എന്താണോ അത് കൃത്യമായും നടപ്പിലാക്കും. ഈ ജനങ്ങളുടെ സുരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ തരത്തിലും സാധാരണക്കാരിൽ നിന്നും എല്ലാ തട്ടിലുമുള്ള എല്ലാ വിഭാഗത്തിലും എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾക്ക് ഒരുപോലെ സേവനം ചെയ്യുന്ന ഒരു പ്രധാന സേവകൻ. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ശ്രവിക്കുവാനായി നിരവധി ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. BJP പ്രവർത്തകർ ഉപരിയായി പൊതുജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നാണ് മറ്റൊരു കാര്യം. കാരണം കേരളത്തിലെ ഓരോ പരിപാടികളിലും BJP പ്രവർത്തകർക്കെല്ലാം പുറമെ പൊതുജനങ്ങൾ, എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾ അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ഉറപ്പിൽ ഇവർ വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് BJPയിലേക്ക് പുതുതായി നിരവധി അംഗങ്ങൾ പുതുതായി ചേരുന്നതും. കേരളത്തിലടക്കം നിരവധി പേരാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം BJPയിൽ അംഗത്വം സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ പ്രചാരണമായാലും എല്ലാ തരത്തിലും, അതായത് ലോക്സഭാ മണ്ഡലങ്ങൾ വിവിധയിടങ്ങളിലായി NDAയുടെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. എല്ലാ സ്ഥലത്തും ഒരേ ആവേശം തന്നെയാണ്. കാരണം ഇനി പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടെ ആകുമ്പോൾ, നേരത്തെയും അദ്ദേഹം നിരവധി തവണ കേരളത്തിൽ പല ജില്ലകളിലായി വന്നിരുന്നു. തൃശ്ശൂരിലടക്കം 3ാമത്തെ തവണയാണ്. എന്തായാലും ആ ഒരു ആവേശം ഓരോ പ്രവർത്തകരിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിൽ കൃത്യമായും കേരളത്തിന് എന്താണോ ആവശ്യം, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം കൃത്യമായും പറയും. കാരണം ഈ കഴിഞ്ഞ മഹിളാ സമ്മേളനത്തിൽ ഉൾപ്പെടെ അദ്ദേഹം വ്യക്തമായി ചൂണ്ടിക്കാട്ടിയ കുറേയധികം കാര്യങ്ങളുണ്ട്. കേരളത്തിലെ ജനത, അത് കേരളത്തിലെ ജനതയ്ക്ക് നൽകുന്ന ആ ഒരു വികസനത്തിന്റെ ഗ്യാരണ്ടി, ആ സുരക്ഷയുടെ ഗ്യാരണ്ടി, സ്ത്രീകൾക്ക് നൽകുന്ന ഗ്യാരണ്ടി, എല്ലാ തരത്തിലുള്ള ഗ്യാരണ്ടിയും അദ്ദേഹം അന്ന് നൽകിയിരുന്നു. അത് കൃത്യമായി തന്നെ നടപ്പിലാക്കുവാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനസ്വീകാര്യത നേടിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി കൂടിയായി ശ്രീ നരേന്ദ്രമോദി മാറുന്നത്. തീർച്ചയായും വികസന നായകനെ വരവേൽക്കുവാനുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. കാരണം ഇപ്പോൾ കേരളം ഒരു മാറ്റത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ ബീഹാറിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 10 വർഷം ഉണ്ടായിരുന്നത് വെറും ട്രെയിലർ മാത്രമാണ് ഇന്ത്യയുടെ ഭരണത്തിലുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ആ ഒരു ഇതൊക്കെ തന്നെ കേരളത്തിലും ലഭ്യമാകുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. കാരണം മോദിയുടെ ഗ്യാരണ്ടിയാണ്, മോദി പറയുന്ന ഗ്യാരണ്ടിയാണ്, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ആവേശം ഈ ഒരു അദ്ദേഹത്തിൻ്റെ വരവിലും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് തൃശ്ശൂരിലേക്കാണ് വരുന്നത്. മനോജ് പറഞ്ഞതുപോലെ തന്നെ BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലമാണ്, ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടി തന്നെയാണ് തൃശ്ശൂർ.
തീർച്ചയായും തൃശ്ശൂർ അടക്കം, അതായത് ആലത്തൂർ മണ്ഡലത്തിലാണ് ഈ കുന്നംകുളം വരുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിരവധി BJP പ്രവർത്തകരായാലും അതുപോലെ തന്നെ BJPയെ പിന്തുണയ്ക്കുന്ന നിരവധി മറ്റ് പൊതുജനങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. പ്രധാനമന്ത്രിയുടെ ഓരോ സന്ദർശനവും, അദ്ദേഹം തൃശ്ശൂരിൽ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോഴും അതോടൊപ്പം ഗുരുവായൂരിലെത്തിയപ്പോഴും ത്രിപുരയാറിലെത്തിയപ്പോഴും ഒക്കെ നമുക്ക് കാണുവാൻ സാധിച്ചത് വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തമാണ്. അദ്ദേഹം അതിനുശേഷവും കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് 400-ൽ പരം സീറ്റുകളുമായി ഇപ്രാവശ്യം NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. തീർച്ചയായും അതിന്റെ ഭാഗവാക്കാകുവാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂരും ഒരുങ്ങുന്നത്. അതിന് തന്നെയാണ് കേരളത്തിലെ പല ലോക്സഭാ മണ്ഡലങ്ങളും ഒരുങ്ങുന്നത്. കൃത്യമായും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത്. പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകാനും അവരുടേതായിട്ടുള്ള ആ വികസന കാഴ്ചപ്പാടുകൾക്ക് വീണ്ടും കേരളത്തിലെത്തുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തുന്നത്. ഏപ്രിൽ 15-ാം തീയതി കുന്നംകുളത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാവിലെ 11 മണിക്ക് ചെറുവത്തൂർ ഗ്രൗണ്ടിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.